ബഹുഭൂരിപക്ഷം ആൾക്കാരും വാസ്തുബലി നടത്താറില്ല. വാസ്തുബലി നടത്തിയില്ലെങ്കിലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമിയിൽ അധിവസിക്കുന്ന 53 ദേവചൈതന്യങ്ങളെ പരിഗണിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ആ ഗ്രഹത്തിൽ കയറി താമസിക്കാൻ പാടുള്ളൂ എന്നാണ്. തലേന്ന് നിർത്തിയിട്ട് പോയ അവർക്കുള്ള നിവേദ്യം കൊടുക്കാനാണ് പാലുകാച്ച് എന്ന് പറഞ്ഞ ചടങ്ങ് നടത്തുന്നത്. പക്ഷെ ഈ ധാരണ പലപ്പോഴും ഇല്ല. ദേശകാലങ്ങൾക്കനുസരിച്ച് ഇത് വ്യത്യാസം വരുന്നുണ്ട്. ദേവനാണേലും മനുഷ്യനാണേലും ഒരു വീട്ടിൽ വന്നാൽ കൊടുക്കേണ്ട ചുമതല നമുക്കുള്ളതാണ്. ശരി, പെര വാസ്തുബലി ചിലയിടത്ത് പെര താമസം എന്ന് പറയും, പാർപ്പ് എന്ന് പറയും, അങ്ങനെ ഒത്തിരി പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഈ പെര വാസ്തുബലിയുടെ മെയിൻ എന്ന് പറയുന്നത് പാല് കാച്ചുക എന്നുള്ളതാണ്. മിക്കെന്നല്ല ഭൂരിഭാഗം സ്ഥലങ്ങളിലും പാല് കാച്ചുമ്പോൾ പാല് തിളച്ച് പുറത്ത് പോയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷേ സാറിനോട് ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ സാറ് പറഞ്ഞു ശരിക്കും പാല് തൂവി പോകാൻ പാടില്ല എന്ന്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതായത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ഭൂമിക്ക് അതിനുള്ളിലൊരു ചൈതന്യമുണ്ട്. നമ്മളൊരു ഗ്രഹം നിർമ്മിക്കുമ്പോൾ ആ ഭൂമിയിൽ വാസ്തുപുരുഷൻ എന്ന ഒരു സങ്കല്പ പുരുഷനുണ്ട്. അദ്ദേഹത്തിൻ്റെ ശരീരത്ത് 53 ദേവചൈതന്യങ്ങൾ നിലനിൽക്കുന്നു എന്നാണ് വിശ്വാസം. അപ്പോൾ ഈ 53 ദേവചൈതന്യങ്ങളെ പരിഗണിക്കാതെ ഒരിക്കലും നമ്മൾ ആ വീട്ടിൽ കയറി താമസിക്കാൻ പാടില്ല. ഇപ്പം പല വീടുകളിലും അവർ ചെയ്യുന്നത് ഗണപതി ഹോമം നടത്തും, അല്ലെങ്കിൽ ഒരു ഭഗവതി സേവ നടത്തും, ഇത്രയും കൊണ്ട് തീരും. പക്ഷേ വാസ്തുബലി എന്ന് പറയുന്നത് ചടങ്ങ് വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മൾ പലപ്പോഴും പറയാറുള്ളത് എൻ്റെ പെരവാസ്തുബലിയാണ് വരണം എന്നാണ് പറയാറുള്ളത്. പക്ഷേ വാസ്തുബലി നടത്താറില്ല. ബഹുഭൂരിപക്ഷം ആൾക്കാരും വാസ്തുബലി നടത്താറില്ല. വാസ്തുബലി നടത്തിയില്ലെങ്കിലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമിയിൽ അധിവസിക്കുന്ന 53 ദേവചൈതന്യങ്ങളെ പരിഗണിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ആ ഗ്രഹത്തിൽ കയറി താമസിക്കാൻ പാടുള്ളൂ എന്നാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഈ വാസ്തുപുരുഷനെ ബലിതർപ്പണം ചെയ്യുമ്പോൾ വാസ്തു ശരീരത്തിക്കുന്ന 53 ദേവചൈതന്യങ്ങൾ പ്രസാദിക്കപ്പെടും. അത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീട് ഇപ്പോൾ നാളെ നമ്മൾ കയറി താമസം നിശ്ചയിച്ചു കഴിഞ്ഞാൽ തലേന്ന് രാത്രിയാണ് ഈ വാസ്തുബലി നടത്തുന്നത്. ഒരു 53 കളം വരച്ച് 53 കളം ഇട്ടിട്ട് ആ കളത്തിൽ 53 നിവേദ്യമാണ് വെക്കുന്നത്. ഓരോ ദേവൻ്റെ ഇഷ്ട നിവേദ്യങ്ങളെ ഒരു കീറ്റലയിൽ 53 നിവേദ്യങ്ങൾ ഈ ഗ്രഹനാഥനും കുളിച്ചിട്ട് വന്ന് അവരെ കൊണ്ട് വെച്ചിട്ട് അവിടെ പൂജകൾ നടത്തി ഇവർക്ക് നിവേദ്യം കൊടുത്ത് സന്തോഷിപ്പിച്ചതിന് ശേഷം നമ്മൾ അവരെ അവിടെ നിർത്തിയിട്ട്, സാധാരണ ഒരു പൂജയുടെ അവസാനത്തിൽ നമ്മൾ ചെയ്യുന്ന എന്താ, അത് ഉപചാരം പറഞ്ഞ് അവരെ പറഞ്ഞയക്കുന്ന ചടങ്ങുണ്ട്, ഉദ്വസന ക്രിയകൾ എന്നൊക്കെ പറയും. അപ്പോൾ അത് ചെയ്യാറുണ്ട്. പക്ഷേ ഈ വാസ്തു ബലിതർപ്പണത്തിൽ അത് ചെയ്യാറില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ആ നിർത്തപ്പെട്ട അത് 53 ദേവചൈതന്യങ്ങളെ ക്ഷണിച്ചു വരുത്തിയ അവിടെ നിർത്തിയിട്ട് നമ്മൾ ഇറങ്ങിപ്പോവുകയായിരുന്നു രാത്രി. അതായത് ആ ചൈതന്യങ്ങളെ അവിടെ നിർത്തിയിട്ട് നമ്മൾ പുറത്തിറങ്ങി പോവുകയാണ്. എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാളെ മനുഷ്യരായ നമ്മൾ താമസിക്കാൻ പോവുകയാണ്. അപ്പം തൊട്ടടുത്ത ഒരു ദിവസമെങ്കിലും ദേവചൈതന്യം എൻ്റെ ഗ്രഹത്തിൽ അധിവസിക്കണം. അപ്പോൾ ദേവന്മാർക്ക് വേണ്ടി ഒരു ദിവസം വിട്ടുകൊടുത്തിട്ട് നമ്മൾ പോകുന്ന ചടങ്ങാണ് വാസ്തുബലിയുന്നത്. അങ്ങനെ പോയാൽ നമ്മൾ പിറ്റേന്ന് രാവിലെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള വസ്തുക്കളെ, പാല്, മറ്റ് എല്ലാ വസ്തുക്കളോടു കൂടിയാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഗ്രഹത്തിന് ചുറ്റും പ്രദക്ഷിണമൊക്കെ വെച്ച് അതിന് ചടങ്ങുകളൊക്കെ ഉണ്ട്. അതൊക്കെ വിശദമായിട്ട് പിന്നീട് നമുക്കൊരിക്കൽ പറയാം. അപ്പോൾ അങ്ങനെ ചുറ്റി വന്നതിന് ശേഷം താക്കോൽ വാങ്ങിച്ചു തുറക്കുന്നു. ഗ്രഹനാഥൻ്റെ വലതുകാലും ഗ്രഹനാഥയുടെ ഇടതുകാലും ഒരുപോലെ വെച്ച് ഗ്രഹനാഥൻ്റെ വിളക്ക്, ഗ്രഹനാഥയുടെ പാൽക്കലമൊക്കെ ആയിട്ട് പ്രവേശിക്കുന്നു. അപ്പോൾ കന്നിമൂലയിൽ പോയി മഹാഗണപതിയോട് പ്രാർത്ഥിച്ച് നമ്മൾ അടുക്കളയിൽ ചെന്നു. അടുക്കളയിൽ യഥാർത്ഥത്തിൽ നടക്കുന്നൊരു ഹോമമാണ്, ഒരു ഹോമകർമ്മമാണ്. അതായത് ഗ്രഹനാഥ ഈ വാസ്തുവിന് വേണ്ടി ചെയ്യുന്ന ഹോമകർമ്മത്തെയാണ് ഈ പാല് കാച്ചെന്ന് പറയുന്നത്. അപ്പം അടുക്കളയിൽ ശുദ്ധ വിറകുകളൊക്കെ ഇട്ട് കത്തിച്ച് നെയ്യൊക്കെ ഒഴിച്ചു പ്രാർത്ഥനയോടുകൂടി ദീപം തെളിച്ചു. അത് കത്തി ആയി വരുമ്പോഴത്തേക്ക് ഈ പാല് കല ഇറക്കി വെച്ച് അത് തിളച്ച് വരുമ്പോൾ അത് ഇറക്കി താഴെ വെക്കും. താഴെ വെച്ചതിന് ശേഷം അതിൽ നിന്ന് നമ്മൾ 3 പാത്രം അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന തവിയെങ്കിൽ തവി കൊണ്ട് കോരിയെടുത്തിട്ട് അഗ്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കും. അഗ്നിദേവന് ഒഴിച്ചു കൊടുക്കും. കൊടുക്കുമ്പോൾ ഈ തലേന്ന് രാത്രി നിർത്തിയിട്ട് പോയ ദേവഗണങ്ങൾക്കുള്ള നിവേദ്യത്തെയാണ് ഈ വീട്ടമ്മ അവരുടെ കൈകൊണ്ട് ഈ അഗ്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ തലേന്ന് നിർത്തിയിട്ട് പോയ അവർക്കുള്ള നിവേദ്യം കൊടുക്കാനാണ് പാലുകാച്ച് എന്ന് പറയുന്ന ചടങ്ങ് നടത്തുന്നത്. പക്ഷേ ഈ ധാരണ പലപ്പോഴും ഇല്ല. ദേശകാലങ്ങൾക്കനുസരിച്ച് ഇത് വ്യത്യാസം വരുന്നുണ്ട്. ഞാനിത് പറയുമ്പോഴും ചിലർ പറയും അങ്ങനെ ഉണ്ടോ എന്ന് സംശയിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞതിൻ്റെ യുക്തിപൂർവമായ ഒരു കാര്യമാണ്. അപ്പോൾ തന്നെ കാവ്യക്ക് വേറെ സംശയം വരാം. ഇത് തൂരെന്ന് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരു ഗ്രഹത്തിൻ്റെ ആധിപത്യം ആ ഗ്രഹനാഥനാണ്, അല്ല ഗ്രഹനാഥയ്ക്കാണ്. ഇപ്പം ഞാൻ കാവ്യയുടെ വീട്ടിൽ വന്ന് എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് പറയുന്നതല്ലാതെ ഞാൻ അടുക്കളയിൽ കയറി കുടിക്കാറില്ല. അത് മനുഷ്യനാണേലും ദേവനാണേലും
ഒരു ഗ്രഹത്തിൽ ചെന്നാൽ അവിടെ അതിഥിയാണ്. ഈ അതിഥിയെ സ്വീകരിക്കേണ്ട മര്യാദ ആ ഗ്രഹാംഗങ്ങൾ കാണിക്കണം. അവർ തന്നെങ്കിൽ മാത്രമേ ദേവനാണെന്ന് സ്വീകരിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് ഈ ചൈതന്യത്തിനെ ഈ വീട്ടമ്മ അവരുടെ കൈകൊണ്ട് കൊടുക്കുന്നതാണ് സ്വീകരിക്കുന്നത്. ഇപ്പോൾ സംശയം തോന്നും, പുറത്ത് ഈ പൊങ്കാല പോലൊക്കെ നടക്കുമ്പോൾ തിളച്ച് തൂകാറുണ്ടല്ലോ. ആ സംശയം എല്ലാവരും ചോദിക്കാറുണ്ട്. അത് ശരിയാണ്. അതായത് പൊങ്കാല പുറത്ത് വെച്ചാണ് ചെയ്യുന്നത്. പുറത്ത് വെച്ച് കഴിയുമ്പോൾ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ സർവ്വവ്യാപിയാണ്. പുറത്ത് വെച്ച് കൊടുക്കുമ്പോൾ അത് മേളിലോട്ട് തിളച്ച് തൂകുന്നത് മിക്കവാറും ആദ്യത്തെ പൊങ്കാലയാണ്. സൂര്യനാണ് അത് സ്വീകരിക്കുന്നത്. അപ്പോൾ സൂര്യചൈതന്യത്തിലേക്ക് വരുമ്പോൾ സൂര്യചൈതന്യം അത് സ്വീകരിക്കുകയാണ്, അല്ലെങ്കിൽ ആ എനർജി അങ്ങ് സ്വീകരിക്കുകയാണ്. പ്രപഞ്ചേശ്വരനായ ഈശ്വരനാണ് അത് സ്വീകരിക്കുന്നത്. പക്ഷെ 4 ചുവരുകൾക്കുള്ളിൽ അതല്ല. 4 ചുവരെന്ന് പറയുന്നത് അതിൻ്റെ ആധിപത്യവും ഗ്രഹനാഥിക്കുമാണ്. അവരുടെ അനുവാദമില്ലാതെ, അവരുടെ താല്പര്യമില്ലാതെ ഒരു ഇല പോലും അവിടെ അനങ്ങാൻ പാടില്ല എന്നാണ് നിയമം. അതുകൊണ്ട് ദേവനാണേലും മനുഷ്യനാണേലും ഒരു വീട്ടിൽ വന്നാൽ കൊടുക്കേണ്ട ചുമതല നമുക്കുള്ളതാണ്. അതുകൊണ്ടാണ് സന്ധ്യാസമയത്ത് നമ്മൾ താൽക്കാലികമായിട്ടാണ് ദൈവത്തെ വിളിക്കുന്നത്. അതായത് വിളക്ക് വെച്ച് ഭഗവാനെ ക്ഷണിച്ച് വരുത്തിയിട്ട് ആ വിളക്കണച്ച് തിരിച്ച് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ചൈതന്യത്തെ താൽക്കാലികമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും ഉപചാരങ്ങൾ ചെയ്യുകയും മടക്കി വയ്ക്കുകയും ചെയ്യുന്ന ക്രിയയാണ് വിളക്ക് കത്തിയെന്ന് പറയുന്ന ക്രിയയിലൂടെ നമ്മൾ ചെയ്യുന്നത് തന്നെ. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലായല്ലോ, നമ്മുടെ ഗ്രഹത്തിൽ എപ്പോഴും ആധിപത്യം ഗ്രഹനാഥിക്കും തന്നെയാണ്. അപ്പോൾ ഈ പാലിപ്പോൾ ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരുന്നത് എന്തായാലും ഇപ്പോൾ തെറ്റ് തന്നെയാണ്. അപ്പോൾ ശരിക്കും അപ്പോൾ പാല് തിളയ്ക്കുന്നതിന് മുൻപായിട്ട്, അല്ലെങ്കിൽ ആ പാല് തിളച്ച് കഴിഞ്ഞിട്ട് ആദ്യം അത് ഭഗവാനെ സമർപ്പിക്കണം. അപ്പോൾ തിളച്ച് കഴിയുമ്പോൾ അതിനകത്ത് പഴം, പഞ്ചസാര ഒക്കെ ഇട്ട് ഇളക്കിയിട്ട് അമൃതമസീത് അമൃതമായി ഭവിക്കട്ടെ എന്ന് പറഞ്ഞതിന് ശേഷം ആ അമൃതമാണ് കൊടുക്കുന്നത് ദേവൻ, അല്ലാതെ പാലല്ല കൊടുക്കുന്നത്. അതായത് അത് അമൃതാക്കിയതിന് ശേഷമാണ് ഈ വീട്ടമ്മ കൊടുക്കുന്നത്. ഇനി ഞാൻ ഈ പറഞ്ഞതിൻ്റെ പേരിൽ മറ്റുള്ളൊരു കോലാഹലം ഉണ്ടാക്കേണ്ട. അത് തിളച്ച് തൂകുന്ന സംവിധാനങ്ങൾ പലയിടത്തും ഉണ്ട്. അതിൻ്റെ ശാസ്ത്രം അവരിൽ ഞാൻ കേട്ടറിഞ്ഞൊരു കാര്യം അവർ പറയുന്നത്, ഈ തിളച്ചു പോകുന്ന ദിശ നോക്കിയിട്ട് ഇവർക്ക് ശുഭാശുഭങ്ങളെ നിശ്ചയിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അവർ പറയുന്നൊരു ന്യായം. പക്ഷെ ഞാൻ പറയുന്ന ന്യായം, നമ്മുടെ വീട്ടിൽ ഗ്രഹനാഥിക്കുമാണ് ആധിപത്യം. അവരുടെ കൈകൊണ്ട് തന്നെ കൊടുക്കണം. നമുക്ക് ഒരു വിശിഷ്ട വസ്തുക്കളൊക്കെ നമ്മൾ വെച്ചിട്ട് തറയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നക്കി കുടിച്ചോളാനൊക്കെ ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപമര്യാദയില്ലേ? അതുതന്നെയാണ് ഈ നമ്മൾ സത്യത്തിൽ അവരോട് കാണിക്കുന്നത്, ദേവന്മാരോട് കാണിക്കുന്നത്. അപ്പോൾ ദേവന്മാർക്ക് നമ്മൾ തന്നെ കൊടുക്കണം, നിവേദ്യം കൊടുക്കണം. അതുതന്നെയാണ് എൻ്റെ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഈ പെരവാസ്തുബലിക്ക് പലയിടത്തും നമ്മൾ ആ അടുപ്പിൽ പാല് കാച്ചാതെ സെപ്പറേറ്റ് ഇഷ്ടിക വെച്ചിട്ട് ചെയ്യുന്നൊരു ഏർപ്പാട് ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് കാണുന്നുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടായിരിക്കുമോ അത് അങ്ങനെയാണോ ചെയ്യേണ്ടത്? അങ്ങനെയല്ല. ഒരു സംവിധാനത്തിൽ അടുപ്പെന്ന് പറയുന്ന സ്ഥിര സംവിധാനമാണ് പഴയ കാലത്ത്. കാരണം അഗ്നിക്കാണ് പ്രാധാന്യം. ഇപ്പോൾ അഗ്നി ശരിക്കും തെളിച്ചുള്ള രൂപത്തിലുള്ള അടുപ്പുകളില്ല. ഗ്യാസിലാണ് നമ്മൾ വയ്ക്കുന്നത്. ഗ്യാസ് സത്യം പറഞ്ഞാൽ ഒരു വാതകമാണ്. വാതക രൂപത്തിൽ നിന്ന് രൂപപ്പെട്ടു വരുന്നതാണ്. അതിന് ശരിക്കും ഒരു ശുദ്ധിയില്ല. ക്ഷേത്രങ്ങളിൽ പോലും ഇപ്പം നമ്മൾ നിവേദ്യം തയ്യാറാക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു വസ്തു കത്തുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന എനർജിയുണ്ട്. അടുപ്പിൽ വിറക് കത്തുമ്പോൾ കിട്ടുന്ന എനർജിയും ഗ്യാസിൽ നിന്നുണ്ടാകുന്ന എനർജിയും വ്യത്യാസമുണ്ട്. നമ്മൾ ചന്ദനത്തിരി കത്തിച്ച് വെക്കുന്നതും മറ്റൊരു ബാഡായിട്ടുള്ള മറ്റൊരു വസ്തു കത്തിക്കുന്നതും നമ്മൾ വ്യത്യാസമില്ലേ? നമ്മൾ അത് മോശപ്പെട്ടാണ് നമ്മൾ മൂക്ക് പോത്തേണ്ടി വരിക. ഒരു സാധനത്തിലല്ലേ ഒരേ രൂപത്തിലല്ലേ കത്തുന്നത്. അപ്പോൾ കത്തുന്നതെല്ലാം ഒരുപോലെ ആണെങ്കിലും അതിൽ നിന്ന് വരുന്ന എനർജിയുടെ ലെവലിലുള്ള വ്യത്യാസമുണ്ട്. കത്തിക്കുന്ന വസ്തു ഒരു ഘടകമാണ്. അത് വിറകാകുമ്പോൾ ശുദ്ധിയുണ്ട്. കാര്യം പ്രകൃതിയുടെ ഭാഗമാണ് വിറകെന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ വിറക് കത്തുമ്പോൾ കിട്ടുന്നൊരു ശുദ്ധി. വിറകിൽ പഴയ ആൾക്കാരോട് ചോദിച്ചാൽ അറിയാം, നമ്മൾ പണ്ടുള്ളവരൊക്കെ ആഹാരം തയ്യാറാക്കുന്നത് ശുദ്ധമായ വിറക് കത്തിച്ചാണ്. ആ വിറകിലുണ്ടാക്കുന്ന ആഹാരത്തിൻ്റെ രുചി ഒരിക്കലും ഗ്യാസ് കത്തിച്ച് നമുക്ക് കിട്ടത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തും. കാര്യം ഇത്രയും പുരോഗമിച്ച കാലഘട്ടത്തിൽ പിന്നെ ഈ വിറകിട്ട് കത്തിക്കാൻ പറ്റുമെന്ന് ചോദിക്കും. പക്ഷേ എന്ത് ന്യായീകരണം പറഞ്ഞാലും ഇത് ഒരു സത്യമാണ്. താങ്ക് യു സർ. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.